നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്കത് പാലിക്കാൻ പറ്റാതിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യാനറിയാത്തതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ സൂപ്പറാക്കാൻ നിങ്ങൾക്ക് കൃത്യമായി പ്രാവർത്തികം നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 ടിപ്സ് പറഞ്ഞുതരാം. ഈ 3 ടിപ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് പോയിന്റ്, റെഡ്യൂസ് നമ്പർ ഓഫ് ഗോൾസ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് 15, 20, 25 ഒക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവും. ലൈക്ക് മാക്സിമം 5, മിനിമം 3 to 5 ഗോൾസ് ആയിരിക്കണം നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് 25 ഗോൾസ് ഉണ്ടെങ്കിൽ 25 നിങ്ങൾ എഴുതിക്കോളൂ. എന്നിട്ട് അതിൽ എലിമിനേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 3 to 5 ഗോൾസ് മാത്രം നിങ്ങൾ കൈവച്ചിരിക്കും. നമ്പർ 2, പ്ലാൻ ഇൻ വെർബ്. നിങ്ങൾ ഒരിക്കലും ഇതാണ് എൻ്റെ ഗോൾ എന്ന് വയ്ക്കാതെ ഇത് ഞാൻ ചെയ്യണം അങ്ങനെ വയ്ക്കുക. ഉദാഹരണത്തിന് എനിക്ക് ബോഡി ഫിറ്റ് ആക്കുക എന്നുള്ളത് ഗോൾ മാറ്റിയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ നടക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു 3 to 4 hours ഞാൻ വർക്കൗട്ട് ചെയ്യും. അങ്ങനെയുള്ള ഗോൾസ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഗോൾസ് എല്ലാം വെർബിലായിരിക്കണം. അത് ഒരിക്കലും ഒരു ഫ്യൂച്ചർ ടെൻസിലായിരിക്കരുത്. നമ്പർ 3, ബി റിയലിസ്റ്റിക്. നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. എന്നാൽ എല്ലാ ദിവസവും നമ്മൾക്ക് ഇതേ മോട്ടിവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. അതായത് ഒരിക്കലും ഞാൻ ഒരു മാസം 60 hours വർക്കൗട്ട് ചെയ്യുന്നുള്ളതിന് പകരം ഞാൻ അറ്റ്ലീസ്റ്റ് 10 hours അല്ല അറ്റ്ലീസ്റ്റ് 20 hours ഞാൻ കൊടുക്കും. അങ്ങനെയുള്ള രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അതിൻ്റെ ഒരു 80% മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ.